മഴ പെയ്തു തീർന്നിട്ടും മരം പെയ്യുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കണക്ക് കൂട്ടി കുഴയുകയാണ് മുന്നണികൾ. 12 സീറ്റാണ് CPM LDF ഉറപ്പിക്കുന്നത്. CPI മത്സരിച്ച 4-ൽ വയനാട് ഒഴികെ 3-ഉം ജയിക്കുമെന്ന് കണക്ക് കൂട്ടുന്നു. 18 മുതൽ 20 വരെ സീറ്റാണ് UDF പറയുന്നത്. 2 സീറ്റിൽ ജയിക്കുമെന്ന് BJPയും കണക്ക് കൂട്ടുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വടകരയിലെ വർഗീയ പ്രചാരണം സംബന്ധിച്ച കോലാഹലം അടങ്ങിയിട്ടുമില്ല. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. പ്രവചനം അസാധ്യമോ? LDF 12 സീറ്റ് ജയിക്കുമോ? UDF സമ്പൂർണ്ണ ആത്മവിശ്വാസത്തിലോ? പോളിംഗ് കുറഞ്ഞത് ആരെ തുണയ്ക്കും? ഈ ചർച്ചയിൽ ശ്രീ K. അനിൽകുമാർ CPIM പ്രതിനിധീകരിച്ച്, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ B. ഗോപാലകൃഷ്ണൻ BJP, ഒപ്പം ശ്രീ CP റാഷിദ്. അദ്ദേഹം സെഫോളജിസ്റ്റ് അല്ല, ഒരു സാധാരണക്കാരനാണ്, രാഷ്ട്രീയ നിരീക്ഷകനാണ്. അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ വളരെ കൃത്യമായി സമീപകാലത്ത് വന്ന് ഭവിച്ചിരുന്നു. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ റാഷിദ്. വടകര അടക്കം 12 സീറ്റാണ് LDF നേടുക എന്നാണ് CPM പറയുന്നത്. CPIയും അത് തന്നെ പറയുന്നു. ഇപ്പോൾ റാഷിദ് നേരത്തെ പ്രവചിച്ചത് വടകരയിൽ 1 ലക്ഷത്തിൽ അല്ലെങ്കിൽ 80,000 മുകളിൽ വോട്ടിന് ഷാഫി പറമ്പിൽ ജയിക്കുമെന്നാണ്. ഇത്തവണ കണക്കൊക്കെ തെറ്റാണോ? കണക്ക് ശ്രീ അഭിലാഷ് തെറ്റില്ല എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. എൻ്റെ സമീപകാലത്ത് ഞാൻ പ്രവചിച്ചല്ല രാഷ്ട്രീയം, നമ്മുടെ സഹപാനലിസ്റ്റുകളായ രാഷ്ട്രീയ നേതാക്കളുടെ അവരവരുടെ പാർട്ടികൾ, മാധ്യമങ്ങൾ, ഇവരിലൂടെയൊക്കെ നമ്മളിലേക്ക് എത്തുന്ന കാര്യങ്ങൾ വെച്ചുള്ള വിലയിരുത്തലാണ് പ്രവചനം എന്ന് പറയുമ്പോൾ പലരും ഞാനൊരു പ്രവാചകൻ, രാഷ്ട്രീയ പ്രവാചകൻ, ആ രീതിയിൽ എന്നെ സമീപിക്കുന്ന ആ രീതിയിൽ അത് എനിക്ക് താല്പര്യമില്ല. എന്ത് തന്നെയാലും വടകരയിലും ഞാൻ എൻ്റേതായ കാൽക്കുലേഷനിൽ അവിടെ നടന്ന പ്രചരണങ്ങളുടെ രീതിയിൽ ഞാൻ കണ്ടെത്തിയ അനുമാനങ്ങളിൽ നിന്നാണ് ഞാൻ ആ ഒരു ഗ്രാഫ് ഇട്ടത്. അതിൽ തന്നെ പല ആളുകൾക്കും സുഹൃത്തുക്കൾക്കും പ്രയാസമുണ്ട്, അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. എന്ത് തന്നെയായാലും അവിടെ നടന്ന രാഷ്ട്രീയം, അവസാന തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കപ്പെട്ട കാർഡുകൾ, പൊളിറ്റിക്കൽ പാർട്ടികൾ പ്രയോഗിക്കപ്പെട്ട പലതിനെയും നമ്മൾ എടുത്ത് പരിശോധിച്ചപ്പോൾ കിട്ടിയ ഒരു ഫൈനൽ ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടത്. അപ്പോൾ 12 സീറ്റ് LDF കിട്ടാൻ സാധ്യതയുണ്ടോ നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ? റാഷിദിന് എന്ത് തോന്നുന്നു? ഒപ്പം തൃശ്ശൂർ BJP ജയിക്കുമെന്നുള്ളതാണ് BJPയുടെ പ്രതീക്ഷ. ശ്രീ അഭിലാഷ്, ആദ്യം ഞാൻ ഈ പ്രവചനം എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി അത് വിശദീകരിക്കണമെന്ന് തോന്നുന്നു. അതായത് ഞാൻ പ്രവചനം ഒരു അസംബ്ലി മണ്ഡലമാണെങ്കിൽ ആ ഒരു മണ്ഡലത്തിലേക്ക് ഫോക്കസ് ചെയ്യും. അതേപോലെ ഇപ്പോൾ സംസ്ഥാനം ഏതെങ്കിലും, ഞാൻ മുമ്പൊക്കെ കർണാടക, രാജസ്ഥാൻ, അങ്ങനെയുള്ള തെലങ്കാനയൊക്കെ സംസ്ഥാനമാണെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിൽ ഒരു, എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു മറ്റ് പല ടീമുകൾ പലതരത്തിലുള്ള മെത്തേഡുകളാണ്. അവർ ഗ്രൗണ്ടിൽ നിന്ന്, ആളുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ എടുത്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നതെങ്കിൽ ഞാൻ മേൽപ്പരപ്പിൽ നിന്ന്, നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളിൽ നിന്ന്, സൈബർ ഇടങ്ങളിൽ നിന്ന്, രാഷ്ട്രീയ നേതാക്കൾ, അതുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സകല മേഖലകളിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്നാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ എത്രത്തോളം സീറ്റ് കിട്ടും ഞാൻ എന്നാണ് കേരളത്തിൽ നോക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ഒരു മണ്ഡലം, എൻ്റെ മണ്ഡലം എന്നുള്ള നിലയ്ക്ക് അതിൽ ഞാൻ എഫേർട്ട് എടുത്തിരുന്നു എൻ്റെ മണ്ഡലത്തിൻ്റെ വടകരയുടെ കാര്യത്തിൽ. പിന്നീട് ഞാൻ നോക്കുന്നത് ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മൊത്തത്തിൽ എത്ര സീറ്റ് NDAക്ക്, ഇന്ത്യ മുന്നണിക്ക് എന്നുള്ളതാണ്. നിലവിൽ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 12 സീറ്റ് LDFന് കിട്ടാനുള്ള ഒരു സാധ്യത നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട്, കേരളത്തിലെ രാഷ്ട്രീയ, നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് ഒരു തരത്തിലും എനിക്ക് ആ ഒരു ഫീൽ കിട്ടിയിട്ടില്ല. യെസ്, ശ്രീ അനിൽകുമാർ, അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് കേരളത്തിൽ 10-ൽ കൂടുതൽ സീറ്റ് നേടാം എന്ന പ്രതീക്ഷ LDFനുണ്ടോ? ശശി തരൂരത്ത് ചോദിച്ചമാതിരി, ഇലക്ഷന് മുമ്പ് ചോദിച്ചതുമാതിരി, എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ 2004 തിരഞ്ഞെടുപ്പിൽ 18 സീറ്റ് കേരളത്തിലെ ജനങ്ങൾ തന്നിട്ടുണ്ട്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കേരളത്തിൽ നിന്ന് ആരെയും അയക്കേണ്ടതില്ല എന്ന് ഇതിനു മുമ്പ് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് സഹായകരമായ ചില ഘടകങ്ങൾ ഇന്നിവിടെ ഉണ്ട്. ആ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആളുകൾ പരിശോധിക്കുമെന്ന് ഞങ്ങൾ കണ്ടെത്തുന്നത്. ഒന്നാമത്തെ കാര്യം, 2014-ലെയും 2019-ലെയും സാഹചര്യങ്ങൾ പോലെ തന്നെ 2024-ലും BJPയെയും നരേന്ദ്രമോദിയെയും നിരാകരിക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്നും കേരളം അണുവിട വ്യതിചലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ BJPക്ക് മുന്നോട്ട് വരാനായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ കാഴ്ചപ്പാട്. കേരളത്തിൻ്റെ ഫോക്കസ് കേന്ദ്രത്തിൽ വീണ്ടും NDA വരാതിരിക്കണം. BJPക്ക് 1 ഇഞ്ച് പോലും കേരളത്തിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കരുത്. അത് സുരേഷ് ഗോപിയെ കൊണ്ടുവന്നിട്ടാണെങ്കിലും രാജീവ് ചന്ദ്രശേഖർ അവതരിച്ചിട്ടാണെങ്കിലും ഏത് തരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിച്ചാലും ഈ കേരളത്തിനകത്ത് BJPക്ക് അക്കൗണ്ട് തുറക്കാതിരിക്കുക എന്നത് കേരളത്തിൻ്റെ ആത്മാഭിമാന പ്രശ്നമായിട്ടാണ് ജനങ്ങൾ കണ്ടത്. അത് പോളിംഗിൽ പ്രതിഫലിച്ചു എന്നാണ് ഞങ്ങളുടെ ഒന്നാമത്തെ വിശ്വാസം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, 2019-ൽ ഒരു അനുഭവമുണ്ടായി. അത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ മേലെ കൂട്ടമായി വോട്ടുകൾ ഒഴുകിയെത്തി. ഇന്ന് ബഹുമാനപ്പെട്ട
അഭിലാഷിനോട് ഞാൻ പറയുന്നൊരു കാര്യം, കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും പോളിങ്ങിൻ്റെ ശതമാനത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും ശരാശരി 3.5 ലക്ഷം മുതൽ 4 ലക്ഷം പേരെ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല. 3.5 ലക്ഷം മുതൽ 4.5 ലക്ഷം വരെ ആളുകൾ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിട്ടും വോട്ട് ചെയ്തിട്ടില്ല. കേരളത്തിലെ ഏറ്റവും കുറവ് പോളിംഗ് കോട്ടയത്താണ്. അത് കഴിഞ്ഞാൽ പോളിംഗ് ഏറ്റവും കുറവ് ഇടുക്കിയിലാണ്. ഏത് എണ്ണം കൊണ്ട് പറയുകയാണ്, ഞാൻ ശതമാനക്കണക്കിലല്ല പറയുന്നത്. കേരളത്തിൽ ആകെ പോൾ ചെയ്ത വോട്ടർമാരിൽ ഏറ്റവും കുറവ് വോട്ടർമാർ പോൾ ചെയ്തിട്ടുള്ളത് കോട്ടയത്താണ്, പിന്നെ ഇടുക്കിയിലാണ്. അതേ റേഞ്ചിൽ നമ്മൾ പരിശോധിച്ചാൽ പിന്നെ മാവേലിക്കരയിൽ കാണാം വോട്ടിൻ്റെ കുറവ്. ശതമാനക്കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ചാലക്കുടിയിലും ഏറ്റവും കുറവ് പത്തനംതിട്ടയിൽ നമുക്ക് കാണാം. എന്താണ് മധ്യ കേരളത്തിൽ ഈ പോളിംഗിൻ്റെ കുറവിന് കാരണം? നമ്മൾ ചാലക്കുടി തൊട്ട് പടിഞ്ഞാറേക്ക് ഒരു തെക്കോട്ടൊരു പാറ്റേണാണ് കാണുന്നത്. ആ പാറ്റേണിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരേ ഒരു മണ്ഡലം ആലപ്പുഴയാണ്. ആലപ്പുഴ ഇടതുപക്ഷത്തിൻ്റെ കേന്ദ്രമാണ്. മലബാറിലേക്ക് പോയാൽ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ പത്തനംതിട്ട ഉണ്ടായ പോലെ ഏറ്റവും കുത്തനെ താഴ്ന്ന പോളിംഗ് അല്ല ഉള്ളത്. ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ ശരാശരി ദേശീയ നമ്മുടെ ഈ പത്തനംതിട്ടയൊക്കെ ഉണ്ടായതിൻ്റെ ഏതാണ്ട് പകുതി, ഒരു 6% താഴെ 6% അതിൻ്റെ വ്യത്യാസം കാണുന്നത്. അതായത് 11-12% പോളിംഗ് പത്തനംതിട്ട കുറയുമ്പോൾ 6% പോളിംഗ് ഇടതുപക്ഷ മണ്ഡലങ്ങളിൽ കുറഞ്ഞിട്ടുള്ളൂ. ഇതാണ് കണക്ക്. ഏത് കണക്ക് നോക്കിയാലും ഒരു 4-4.5 ലക്ഷം വോട്ടർമാർ, ആകെ വോട്ടർമാരിൽ ഒരു മണ്ഡലത്തിലും എല്ലാ മണ്ഡലത്തിലും പൊതുവിൽ വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. ശരി, ഏറ്റവും കുറവ് നോക്കിയാൽ 3.5 ലക്ഷം വോട്ടാണ്. ഇനി വയനാട് മണ്ഡലത്തിലോ, രാഹുൽ ഗാന്ധി നേരിട്ട് അവതരിച്ച വയനാട്ട് മണ്ഡലത്തിൽ എന്തുകൊണ്ട് വലിയ വോട്ടുണ്ടായില്ല? വയനാട് മണ്ഡലത്തിലെ വോട്ടിൻ്റെ കുറവ് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എന്താണ്? രാഹുൽ ഗാന്ധിയുടെ കമ്പമില്ല. രാഹുൽ ഗാന്ധിയുടെ കമ്പമില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ സ്വാഭാവികമായി ഇടതുപക്ഷത്തെ ജനങ്ങൾ സ്വീകരിക്കും. അത് ഞങ്ങൾ ഒന്നാമത്തെ വിശ്വാസമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി, ഇടതുപക്ഷത്തിനെതിരായ ഒരു തരംഗം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ? അങ്ങനൊരു പരിശ്രമമൊക്കെ ഇവിടെ നടത്തിയിരുന്നു. ഒരു 2 മാസം മുമ്പ് വരെ അത്തരമൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അത്യധ്വാനം ചെയ്ത് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന കൊള്ളാം. രണ്ടാമത്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള 18 അംഗ എംപിമാരുടെ സംഘം നടത്തിയിട്ടുള്ള കേരള വിരുദ്ധമായ പ്രവർത്തനങ്ങളും അവർക്കെതിരായ വികാരവും വോട്ടാക്കി മാറ്റാൻ നോക്കി. അതൊക്കെ ഫലം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് 12 എന്നൊരു അക്കം എവിടെയും കണ്ടെത്തിയിട്ടില്ല. ഇവിടെ പറഞ്ഞുള്ളൂ CPM 12 എന്ന്. CPM അങ്ങനെ എണ്ണം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല. ഒരു മണ്ഡലത്തെക്കുറിച്ചും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവചനത്തിന് പാർട്ടി തയ്യാറായിട്ടില്ല. പക്ഷെ പാർട്ടിയുടെ ആത്മവിശ്വാസം 12+ ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് സാധ്യതയുണ്ട്. ആ സാധ്യത ഈ മണ്ഡലങ്ങളിലുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ആത്മവിശ്വാസം എന്ന് CPM കാണുന്നു. ഓക്കെ, പക്ഷെ ജിൻഡോ ജോൺ, കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു? ഇവിടെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം, ഇപ്പോൾ സംസ്ഥാനത്ത് 6% മുകളിൽ പോളിംഗിന്റെ കുറവ് രേഖപ്പെടുത്തിയപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട്ടിലത് 10% അടുത്താണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ തോതിൽ പോളിംഗ് കുറയുന്നു. മധ്യ കേരളത്തിലെ മണ്ഡലങ്ങളിൽ പോളിംഗ് കുറയുന്നു. ഇത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പാറ്റേണും ട്രെൻഡുമാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വലിയൊരു യൂഫോറിയ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ജനങ്ങൾ വളരെ അത്യുത്സാഹത്തോടു കൂടി വോട്ട് ചെയ്യുന്ന ഒരു തരംഗം പോലെ വോട്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള കാര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടായിരിക്കും? സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നടക്കുന്നത് മാതിരിയുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാമ്പയിൻ നടന്നിട്ടും ഇങ്ങനെ ജനങ്ങൾ വലിയ ഉത്സാഹത്തോടു കൂടി കൂട്ടത്തോടെ വോട്ട് ചെയ്യാതിരിക്കുക എന്നൊരു ഒരു ട്രെൻഡ് ഉണ്ടായത് അപ്രതീക്ഷിതമായ ഒരു അടിയൊഴുക്കിന്റെ സൂചനയാണോ? UDF ഭയപ്പെടുന്നുണ്ടോ? ഇപ്പോൾ ബൂത്തിലെ കണക്കുകളൊക്കെ വന്ന് പൂർണ്ണമായി കാണുമല്ലോ. ശ്രീ അഭിലാഷ്, ഇതിൽ ഈ വോട്ടിംഗ് ശതമാനത്തിലൊരു കുറവ് എന്ന് പറയുമ്പോൾ അതിൽ 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വോട്ടർ പട്ടികയിൽ കുറ്റമറ്റതാണെന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര പറഞ്ഞാലും അവകാശപ്പെട്ടാലും അതിൽ മരണപ്പെട്ടവരുടെ ഉൾപ്പെടെ ആളുകളുടെ വോട്ട് പേര് അതിലുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. പിന്നെ വോട്ടർ പട്ടികയിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വിദേശത്ത് ജോലിയും പഠനവുമായിട്ട് പോയതും അതെല്ലാം ഇതിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വോട്ടിംഗ് ശതമാനത്തിലെ ഒരു കുറവ് അങ്ങനെ നമുക്ക് അതിനെ ഒരു രീതിയിൽ കാണാം.
മറ്റൊരു രീതിയിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള ജനവിരുദ്ധ വികാരം, അത് കൃത്യമായിട്ട് അതിൽ കുറേ ആളുകൾ ഈ സർക്കാർ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് വോട്ടേ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ച ആളുകളുണ്ടാകാം. രണ്ട്, ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലെ ചില പാളിച്ചകൾ മൂലം ദീർഘനേരം ക്യൂ നിൽക്കേണ്ട സാഹചര്യം, കടുത്ത ചൂടിനെ അവഗണിച്ചു പോലും നിൽക്കേണ്ട സാഹചര്യം വരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് പല ആളുകളും അതിലും സങ്കടപ്പെടുകയും അല്ലെങ്കിൽ ആശങ്കാകുലരായിട്ട് വോട്ടിംഗ് വരാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകും. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 20 സീറ്റിലും പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസമാണ്. ഇപ്പോൾ LDF-ന്റെ പ്രതിനിധി പറയുന്നത് 12+ എന്നാണ്. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ 20-20 എന്ന് തന്നെയാണ് ആദ്യം മുതൽ പറഞ്ഞിട്ടുള്ളത്. കാരണം ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. കഴിഞ്ഞ 8 വർഷക്കാലം കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരും 10 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാരും ഈ രാജ്യത്ത് നടപ്പാക്കിയ പദ്ധതികൾ ഓരോന്നും സാധാരണ മനുഷ്യർക്ക് അത്തരം പദ്ധതികൾ എങ്ങനെയാണ് നേരിട്ട് അനുഭവപ്പെട്ടതെന്ന് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് സമയത്തും അതിനു മുമ്പും ജനങ്ങളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ 20-20 എന്ന് തന്നെ പറയുന്നത്. LDF 12+ എന്ന് പറയുമ്പോൾ ബാക്കി 8 എന്തുകൊണ്ട് അവർ പറയുന്നില്ല? എന്തുകൊണ്ട് അവർ 20-20 ആത്മവിശ്വാസം പറയുന്നില്ല? അതിന്റെ അർത്ഥം അവർക്ക് തന്നെ അറിയാം അവരുടെ സർക്കാരിന്റെ പരാജയമാണ്. സർക്കാരിന്റെ ഒരു വിലയിരുത്തലായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ അംഗീകരിക്കാൻ ഇതേവരെ അവർ തയ്യാറായിട്ടുമില്ല. ഞാൻ ചോദിക്കുന്നത്, അവർ ഇത്ര വലിയ ആത്മവിശ്വാസമാണെങ്കിൽ ഈ സർക്കാരിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗമാണ് എന്ന് പറയാൻ സാധിക്കണമല്ലോ. ഇപ്പോൾ മധ്യ കേരളത്തിൽ വോട്ട് കുറഞ്ഞു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ജൂൺ 4 വരെ ഇത്തരത്തിലുള്ള കണക്കുകളും ശതമാന കണക്കുകളിലൊക്കെ അഭിരമിച്ചിരിക്കാം. ജൂൺ 4 ശേഷം ചിഹ്നം കണ്ടെത്താൻ വേണ്ടിയിട്ട് പരക്കം പായേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളൊക്കെ മാറുമ്പോൾ കോൺഗ്രസിനും UDF-നും പൂർണ്ണമായിട്ട് ഞങ്ങൾ ഇന്ന് പ്രകടിപ്പിക്കുന്ന അതേ ആത്മവിശ്വാസത്തോടെ, അതേ ആർജവത്തോടെ അന്നും മാതൃഭൂമി ഫ്ലോറിൽ വരാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ജനങ്ങളെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് UDF-ന്റെ കോൺഫിഡൻസ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ 12+ ആണ് LDF പറയുന്നത്, 20-20 ആണ് UDF പറയുന്നത്. എന്താണ് BJP പറയുന്നത്? തൃശ്ശൂരിൽ എന്ത് സംഭവിക്കും? പലരും എന്നോട് ഒക്കെ തൃശ്ശൂരിൽ എന്താണ് സംഭവിക്കുക, നിങ്ങൾ ആ ഗോപാലകൃഷ്ണനെ വിളിച്ചൊന്ന് ചോദിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ അവസ്ഥ? ഞാൻ ഈ UDF പറഞ്ഞതും LDF പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു അനാലിസിസ് പറയാനാണ് ആഗ്രഹിക്കുന്നത്. തൃശ്ശൂരിൽ എന്ത് സംഭവിക്കും, തിരുവനന്തപുരത്ത് എന്ത് സംഭവിക്കും എന്നുള്ളത് കേവലമായിട്ടുള്ള ഒരു കാര്യമല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. തൃശ്ശൂരിലെ കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. അത് താങ്കൾ ചോദിച്ചതുകൊണ്ട് പറയുകയാണ്. തൃശ്ശൂരിൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് വലിയ അനുകൂലമായ ഒരു ഓർഗാനിക്കായിട്ടുള്ള ഘടകമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 50,000 സ്ത്രീകൾ അവിടെ കൂടുതലായിട്ട് പുരുഷ വോട്ടർമാരേക്കാൾ കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഒരു ഓർഗാനിക്കായിട്ട് സുരേഷ് ഗോപിയോടൊരു താല്പര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ താല്പര്യം തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് നല്ല ഘടകമായി വരികയും സുരേഷ് ഗോപി ഒരു 12,000-നും 25,000-നും ഇടയിൽ ജയിക്കാനുള്ള സാധ്യതയാണ് താങ്കളുടെ ചോദ്യം എന്ന ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എൻ്റെ അനാലിസിസ് ഡിഫറൻ്റാണ്. എൻ്റെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ 1965 ശേഷം കേരള രാഷ്ട്രീയത്തിൽ രൂപം കൊണ്ടുവന്നിട്ടുള്ള ഒരു മധ്യവർഗമുണ്ട്. അവർ പ്രത്യയശാസ്ത്രത്തെയും നേതാക്കളെയും വിശ്വസിച്ചുകൊണ്ടാണ് അവർ വോട്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ വോട്ട് എന്ന് പറയുന്നത് നേതാക്കളിൽ അവർ അമിതമായി വിശ്വസിച്ചിരുന്നു. അതുപോലെ അവർ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. അവർക്ക് എന്തു കൊടുത്താലും, വലിയ ഒരു മണിമാളിക വെച്ചു കൊടുത്താലും അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ നേതാവിലും അവരുടെ പ്രത്യയശാസ്ത്രത്തിലും ഉറച്ച് വിശ്വസിച്ച് വോട്ട് ചെയ്ത ആൾക്കാരാണ്. അതാണ് കേരളത്തിൻ്റെ 1965 ശേഷമുള്ള ഒരു അനാലിസിസ്, ഒരു പഠനം. കേരള രാഷ്ട്രീയത്തെക്കുറിച്ചൊരു പഠനം നടത്തുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലായിരുന്നത്. അത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അടിയന്തരാവസ്ഥയുടെ വിഷയത്തിൽ പോലും, ആ അടിയന്തരാവസ്ഥയുടെ കാര്യത്തിൽ ഇന്ത്യ മുഴുവൻ മാറിയപ്പോഴും കേരളം മാറിയില്ല. കാരണം ഇന്ദിരാഗാന്ധിയോടുള്ള അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് ജനത. ഇത് EMS-നോടുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരോട് പലരോടും ഉണ്ടായിരുന്നു, അതുപോലെ പ്രത്യയശാസ്ത്രപരമായി കമ്മ്യൂണിസത്തോടും ഉണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പോടുകൂടി, അഥവാ ഈ തെരഞ്ഞെടുപ്പിൽ ആ വർഗത്തിൻ്റെ, ആ മധ്യവർഗത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തോടും നേതാക്കളോടും അമിത വിശ്വാസം പൂണ്ടിരുന്ന ഒരു വിഭാഗത്തിൻ്റെ രാഷ്ട്രീയ അവസാനം അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാണ്.
അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പെർസെൻറ്റേജ് വോട്ട് വർദ്ധിക്കാതെ പോയിട്ടുള്ളത്. അതേ സമയത്ത് 2014 അത് പ്രകടമായിരുന്നു. അതുകൊണ്ട് 2014 അത് പ്രകടമായതുകൊണ്ട് ശബരിമല വിഷയം വന്നിട്ടും CPM-ൻ്റെ വോട്ട് ഷെയറിൽ, അവരുടെ തനതായിട്ടുള്ള വോട്ട് ഷെയറിൽ വലിയ മാറ്റം ഉണ്ടായില്ല. എന്നാൽ അതേ സമയത്ത് UDF ഒരു തരംഗം പോലെ ഞടിക്കുകയും ചെയ്തു. അപ്പോൾ ഈ 2019 എന്ന് പറയുമ്പോൾ, 2024 എന്ന് പറയുമ്പോൾ ഈ പാറ്റേണിലെ വോട്ടേഴ്സ് വോട്ട് ചെയ്തിട്ടില്ല. അതിന് 2 ഘടകമുണ്ട്. അതിൽ ഒന്നാമത്തെ ഘടകം, ഇവർക്ക് 2 പേർക്ക് വോട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല. അതാണ് ഒന്നാമത്തെ ഘടകം. കാരണം ജനങ്ങൾ കുറച്ചുകൂടെ ബോധവാന്മാരായിട്ട് കാര്യങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കുന്ന ഒരു തലമുറ ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ആധുനിക സാങ്കേതികമായിട്ടുള്ള വിദ്യയുടെ ഫലമായിട്ട് എല്ലാ വിവരങ്ങളും, ഈ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ വിവരങ്ങളും കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള സാങ്കേതിക പരിജ്ഞാനത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്താലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താലും വലിയ പ്രയോജനമില്ല. അവർ 2 പേരും എന്തായാലും ഭരിക്കാൻ പോകുന്നില്ല. 2019 അതായിരുന്നില്ല. നേരത്തെ അനിൽകുമാർ പറഞ്ഞതുപോലെ ഒരു രാഹുൽ ഗാന്ധി യൂഫോറിയ ഉണ്ടാക്കിയിരുന്നു കേരളത്തിൽ. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി വരുമെന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ശരി. പക്ഷേ 2024 ആ കൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു വാക്കുകൂടി പറഞ്ഞാൽ നിർത്താം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ നേതാവിലും പ്രത്യയശാസ്ത്രത്തിലും വിശ്വസിച്ചിരുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. അതാണ് എൻ്റെ ഒരു നിരീക്ഷണം. രണ്ടാമത്തെ ഒരു നിരീക്ഷണം, ഒരു പാരഡൈം ഷിഫ്റ്റ്, ഇതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർക്കാം. ഒരു പാരഡൈം ഷിഫ്റ്റ് കേരളത്തിൽ ഉണ്ടാവാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ ആ പാരഡൈം ഷിഫ്റ്റ് നമുക്ക് പ്രകടമാവും. ഇന്നലെ വരെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു നിന്നിട്ടുള്ള കക്ഷികൾക്കല്ലാതെ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത് അത് BJPക്ക് അനുകൂലമായ ഒരു പാരഡൈം ഷിഫ്റ്റ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവാൻ പോവുകയാണ്. BJP ഏത് കാരണവശാലും ഒരു 20% മുകളിലേക്ക് ഈ പ്രാവശ്യം വോട്ട് നേടുകയും 20% മുകളിലേക്ക് BJP വോട്ട് നേടുമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ പല സർവേകളും BJPക്ക് 17%, 12% വോട്ട് പറഞ്ഞിട്ടുണ്ട്. 20% മുകളിലേക്ക് ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞ 2019 31,61,922 വോട്ട്, അതായത് 15.53% വോട്ടാണ് ഇന്ത്യക്ക് കിട്ടിയത്. ആ 15.53 നിന്ന് 5% വർദ്ധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ സാധ്യമായ കാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായ ഒരു യൂഫോറിയ ഇല്ലെന്ന് താങ്കൾ പറഞ്ഞു, BJPക്ക് അനുകൂലമായും ഇല്ലല്ലോ. വളരെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന, ഒരു തരംഗവും ഇല്ലാതെ കിടക്കുന്ന ഒരു ഇലക്ഷൻ അല്ലേ? അല്ല, അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വാസ്തവത്തിൽ ഒരു 20% വോട്ടിലേക്ക് BJP 2019 വരേണ്ടതായിരുന്നു. 2019 BJP, ഈ പറഞ്ഞ 2019 BJP 20% വരാതെ പോകാനുള്ള കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 5% വോട്ട്, ഏതാണ്ട് BJPയുടെ ഒരു 5% വോട്ട് പിണറായി വിജയനെ താഴെ ഇറക്കണമെന്ന നിഷേധാത്മകമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. അതിൽ BJP വോട്ടേഴ്സും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പിണറായി വിജയനെതിരായിട്ട്, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെതിരായിട്ട് അതിശക്തമായ രൂക്ഷമായ ഒരു ജനവിധി ഉണ്ടായി. ആ ജനവിധി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നരേന്ദ്രമോദിയല്ല, രാഹുൽ ഗാന്ധിയാണ് കേരളത്തിലെ പ്രധാനമന്ത്രിയായി അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം മോദിയെ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം മോദിക്കുണ്ടാവുകയും ഈ 2 കക്ഷികൾക്കും എതിരായിട്ടുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് സ്വാഭാവികമായിട്ട് കേരളത്തിൽ ഉണ്ടാവാൻ പോവുകയുമാണ്. വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നതിന്റെ സൂചനയാണ് BJP കണക്കുകളൊക്കെ വിലയിരുത്തിയതിനു ശേഷം പറയുന്നത്. ഓക്കെ, പക്ഷേ CP റാഷിദ്, കൗതുകകരമായ ചില പ്രവണതകൾ ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായോ? പോളിംഗ് ശതമാനത്തിൽ വന്ന മാറ്റം അതിപ്പോൾ കേവലം ചൂട് കൂടിയത് കൊണ്ടോ വോട്ടർ പട്ടിക ക്രമപ്പെടുത്താത്തത് കൊണ്ടോ മാത്രമായിരിക്കുമോ? ചിലയിടത്ത് പോളിംഗ് പ്രതീക്ഷിച്ചതിന് അപ്പുറം പോകുന്നു, ചിലയിടത്ത് കുറയുന്നു. ഇപ്പോൾ കണ്ണൂർ മണ്ഡലത്തിൽ K. സുധാകരൻ ഏറ്റവും അധികം എഡ്ജ് പ്രതീക്ഷിക്കുന്ന ഇരിക്കൂർ മണ്ഡലത്തിൽ സ്വതവേയുള്ള പോളിംഗിന്റെ അത്രയും വോട്ടുകൾ ഇത്തവണ പോൾ ചെയ്തിട്ടില്ല. അത് മലയോര മേഖലയാണ്, ശ്രദ്ധിക്കണം. മധ്യ കേരളത്തിൽ കാര്യമായ പോളിംഗ്
കുറവുണ്ടായിട്ടുണ്ട്. നേരത്തെ ഇവിടെ അനിൽകുമാർ സൂചിപ്പിച്ചു. ഇപ്പോൾ വടകര പോലെ, താങ്കളുടെ മണ്ഡലം വടകര പോലത്തെ ഒരു മണ്ഡലം എടുക്കുമ്പോൾ വടകരയിൽ നമുക്കറിയാം CPIM-ന്റെ രാഷ്ട്രീയ ശക്തി ഏറ്റവും അധികം ഉള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര. അതിൽ തന്നെ ഏറ്റവും ഉയർന്ന സംഘടനാ ശക്തിയുള്ള തലശ്ശേരി, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ ആയിരിക്കും ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം എന്ന് നമ്മൾ വിചാരിച്ചെടുത്തതെന്ന് അങ്ങനെ അല്ല എന്ന് മാത്രമല്ല, ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം കുറ്റ്യാടി, നാദാപുരം മണ്ഡലങ്ങളിൽ രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. അവസാന മണിക്കൂറുകളിൽ കനത്ത പോളിംഗ് കണ്ടു. അതായത് ഒരു ജനറൽ ട്രെൻഡിന് വിരുദ്ധമായ നിലയിൽ കുറ്റ്യാടിയിലും നാദാപുരത്തും ഒക്കെ പോളിംഗ് നല്ല നിലയിലുണ്ടായി. 80% മുകളിൽ പോളിംഗ് ഉണ്ടായി. ചിലയിടത്ത് അത് വളരെ കുറഞ്ഞു പോകുന്നത് കൊണ്ട് മറ്റു ചില മണ്ഡലങ്ങളിൽ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന പാറ്റേൺ എന്താണ്? ജനറൽ ആയിട്ടൊരു യൂഫോറിയ ഇല്ല, പക്ഷെ ചിലയിടങ്ങളിൽ അത് അങ്ങനെ വരുന്നു. എന്താണ് ഇത് സൂചിപ്പിക്കുന്ന ട്രെൻഡ്? ശ്രീ അഭിലാഷ്, ഇത് ജനറലായിട്ട് എവിടെ നമ്മൾ കാണില്ല, പല സ്ഥലത്തും ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ വടകര മണ്ഡലത്തിൽ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 അസംബ്ലി ഇലക്ഷനിലും കുറ്റ്യാടി മണ്ഡലത്തിലായിരുന്നു കേരളത്തിൽ തന്നെ 1, 2 സ്ഥാനത്ത് പോളിംഗ് അടയാളപ്പെടുത്തിയത്. ഈ പോളിംഗ് കുറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും വോട്ട് എണ്ണം വടകര പ്രത്യേകിച്ചും 40,000-അടുത്ത് വോട്ട് കൂടുതലായിട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ വോട്ട് ലിസ്റ്റ് കൃത്യമായി അതിൽ ഒരു വ്യക്തത വരുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞില്ല. രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതിലേക്ക് വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിലും ഇരട്ട വോട്ടുകൾ അങ്ങനെ വരുന്ന വിഭാഗത്തിലുള്ള വോട്ടുകൾ തള്ളിക്കുന്നതിൽ ഈ പ്രാവശ്യം വലിയ താല്പര്യം കാണിക്കുക ആ ഒരു അപാകത ഉണ്ടോ? അതുകൊണ്ട് വലിയ രീതിയിൽ മാത്രമല്ല, ഈ പല മണ്ഡലങ്ങളിലും സാധാരണഗതിയിൽ ഒരു 5 വർഷം കൂടുമ്പോൾ 1 ലക്ഷത്തിനടുത്താണ് വോട്ട് കൂടി കാണുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഒരു 2-3 ടൈം എടുത്തു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ചിലയിടത്തും 2 ലക്ഷത്തിനടുത്താണ് വോട്ട് കൂടിയിട്ടുള്ളത്. 12 ലക്ഷത്തിനടുത്തുണ്ടായിരുന്ന വോട്ട് 14 ലക്ഷത്തിലേക്കാണ് വടകരയിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ പരസ്പരം രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് കൂട്ടുന്നതിൽ പ്രത്യേകിച്ച് ഒരു ഫൈനൽ കൺക്ലൂഷനിൽ എത്തും, റിസൾട്ടേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല ഈ ത്രികോണ മത്സരം പോളിംഗ് കുറഞ്ഞു എന്നുള്ളത് ഒരു തരത്തിലൊരു സങ്കല്പം മാത്രമാണ്. അല്ല, പോളിംഗ് കുറഞ്ഞിട്ടില്ല. അല്ലല്ല, പോളിംഗ് വോട്ടെണ്ണം പലയിടത്തിലും കൂടിയിട്ടുണ്ട്. വടകരയിൽ 40,000 അടുത്ത് വോട്ട് കൂടുതലായിട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശതമാനം വരുമ്പോൾ കൂടുതൽ ഗ്രാഫ് വരുമ്പോഴാണല്ലോ ശതമാനത്തിൽ വേരിയേഷൻ വരുന്നത്. അതെ, അല്ല, അപ്പൊ അതിൽ നിന്ന് നമ്മൾ വടകര എടുക്കുകയാണെങ്കിൽ അതെ ഇപ്പം വടകര എടുത്തു കഴിഞ്ഞാൽ 39,000-അടുത്ത് വോട്ട് കൂടുതലായി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ശക്തമായ മത്സരം നടന്ന തൃശ്ശൂർ മണ്ഡലം BJP വലിയ രീതിയിൽ ഫോക്കസ് ചെയ്ത് തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ട് 40,000-അടുത്ത് വോട്ടെണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പുതിയ വോട്ടും മറ്റുള്ള ആളുകൾ ഈ 40,000 പോലും മതിയാവും ഈ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്ത് ഒരു ഫൈനൽ കൺക്ലൂഷൻ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമേ ഇത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2019 കോൺഗ്രസ് 19 സീറ്റിലേക്ക് UDF പോയിട്ടുണ്ടെങ്കിലും പല വിജയങ്ങളും 39-38% വോട്ട് നേടിയ സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിൻ്റെ ജയിച്ചത്. അന്ന് വലിയ തരംഗം ഉണ്ടായിട്ടും 39% വോട്ടേ UDF നേടാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വോട്ടെണ്ണം കുറഞ്ഞിട്ടുണ്ട്, പോളിംഗ് ശതമാനം കുറഞ്ഞിട്ട്. അപ്പം വലിയ രീതിയിലൊരു ഈ കാൽക്കുലേഷൻ നല്ല രീതിയിൽ ഡീപ്പായ അനാലിസിസ് നടത്തിയാലേ എന്തെങ്കിലും ഒരു ഫൈനലിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നിരുന്നാലും ജനവിധിയാണ്, നമ്മൾ വോട്ടെണ്ണുന്നത് വരെ തന്നെ കാത്തിരിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. അവിടെ ശ്രീ റാഷിദ്, ഇവിടെ നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ച ഒരു ഷിഫ്റ്റ് കേരളത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 20% വോട്ടിലേക്ക് BJP ഉയരുകയാണെങ്കിൽ നിശ്ചയമായും അത് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന ഒരു ടെക്ടോണിക് ഷിഫ്റ്റ് ആയിരിക്കും. കാരണം ഇത്രയും കാലം നമ്മൾ ഇരുധ്രുവ രാഷ്ട്രീയത്തിൽ ബൈപോളാർ പൊളിറ്റിക്സിലായിരുന്നു. LDF-ലും UDF-ലുമായി വിവിധ കക്ഷികൾ കേന്ദ്രീകരിക്കുന്നത് വഴി ഒരു 45 അല്ലെങ്കിൽ 40-40 മുകളിൽ വോട്ടുകൾ 2 മുന്നണികളും നേടുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കനുസരിച്ചാണെങ്കിൽ 45.33% വോട്ട് LDF-നും 39.37% വോട്ട് UDF-നും കിട്ടി. അതായത് ഒരു 86% വോട്ട് ഈ 2 മുന്നണികൾ വിഭജിക്കുന്ന 2 ധ്രുവങ്ങളിലായി നിൽക്കുന്ന രാഷ്ട്രീയമാണ് നമ്മൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്നത്. ചെറിയൊരു മാറ്റം വന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലാണ്. അതുപോലും 15% BJPക്ക് കിട്ടിയത്. ആ ഒരു കാലാവസ്ഥയിൽ നിന്ന് മാറിയിട്ട് മൂന്നാമത് ഒരു ശക്തി കൂടി രംഗപ്രവേശം ചെയ്യുകയും ആ മൂന്നാമത്തെ ശക്തി പിടിക്കുന്ന വോട്ട് മണ്ഡലങ്ങളിൽ നിർണായകമാവുകയും ചെയ്യുന്ന ഒരു പ്രവണത കേരള വ്യാപകമായി വരുന്ന ആദ്യത്തെ ഇലക്ഷനായി മാറുമോ ഇത്? അതിൽ കാര്യം എന്ന് പറഞ്ഞാൽ 2019 തെരഞ്ഞെടുപ്പിൽ BJPക്ക് കൃത്യമായി പറയാനുള്ള ആ ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിൽ സമരം നയിച്ചിട്ടുള്ള ഒരു വിഷയമായിരുന്നു ശബരിമല. ആ ഒരു ഫാക്ടർ വെച്ചിട്ട് നമ്മളൊക്കെ അന്നും കുറച്ച് കൂടുതൽ BJP വോട്ടിലേക്ക് എത്തിക്കും എന്ന് വിചാരിച്ചിട്ടും അന്ന് ആ ഒരു രീതിയിലേക്ക് വളർച്ച ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ശ്രീ B. ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രചാരണം നടത്തിയിട്ടുണ്ട്. BJP മാത്രമല്ല, BJPക്ക് 2019-2024 തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ BJPക്ക് കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ
കിട്ടിയിരുന്ന ഒരു സ്പേസ് അതിനേക്കാൾ ഒരു ബെറ്റർ പ്ലേസ് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട്. അതവർ പരമാവധി യൂസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അപ്പോഴും അവർ കേരളത്തിലെ ഓവറോൾ പെർസെൻറ്റേജ് കൂടണമെങ്കിൽ മലബാർ ഏരിയയിൽ അവർ പ്രചരണത്തിൽ വലിയ രീതിയിൽ ഇപ്പോൾ കോഴിക്കോട്, വടകര, കണ്ണൂർ ആ ഒരു മേഖലയിൽ വലിയ രീതിയിൽ അവർ ഫോക്കസ് ചെയ്തില്ല. അവർ എ ക്ലാസ് മണ്ഡലത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അവിടെ ടൈറ്റ് ഫൈറ്റാണ്, ത്രികോണ മത്സരമാണ്. അപ്പോൾ അവിടെ കൂടുന്ന വോട്ടിന് അനുസരിച്ചിരിക്കും ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ആ ഒരു 20% അടുത്തേക്ക് വോട്ട് എത്തുമോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കേണ്ടത്. യെസ്, അത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ അനിൽകുമാർ, ഇവിടെ ഇപ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച് താങ്കൾ നിരവധി കാര്യങ്ങൾ പറഞ്ഞു. CAA മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ദേശീയ ഇലക്ഷൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു സമീപനമായിരുന്നു LDF സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടൊക്കെ എത്ര എന്നുള്ള ഒരു അവലോകനം ബൂത്ത് തലത്തിൽ നടത്തുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയാണോ കാര്യങ്ങൾ വന്നിട്ടുള്ളത്? ചിലയിടത്തെങ്കിലും പോളിംഗ് ശതമാനമോ അല്ലെങ്കിൽ പോളിംഗ് കണക്കുകളോ ആശങ്കപ്പെടുന്നുണ്ടോ? ഇപ്പോൾ കോട്ടയം, താങ്കളുടെ സ്വന്തം മണ്ഡലമാണല്ലോ കോട്ടയം. അപ്പോൾ കോട്ടയത്തൊക്കെ കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിലേക്ക് വന്നിട്ട് പോലും അവിടെ ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, അതുപോലെ തന്നെ ഒരു പുതിയ ഫോർമേഷനിലൂടെ NDA കൂടുതൽ വോട്ട് ശേഖരിക്കുന്നു എങ്കിൽ അത് ഭാവിയിലേക്കുള്ളൊരു ദിശാസൂചകമല്ലേ? അവിടെ കേട്ട ഒരു കാര്യം, ഇത്തവണ കൂടുതലായി NDA വോട്ട് പിടിക്കുക ഇടത് ശക്തി കേന്ദ്രങ്ങളുടെ ഭാഗമായ ഇപ്പോൾ ഏറ്റുമാനൂര്, വൈക്കം, കുമരകം ബെൽറ്റിലായിരിക്കുമെന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പരമ്പരാഗതമായ കാഴ്ചപ്പാടുകളൊക്കെ അങ്ങ് തെറ്റിപ്പോവാണോ? ഒന്ന്, കോട്ടയം മണ്ഡലത്തിൽ തോമസ് ചാഴിക്കാടൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഒരു സംശയമില്ലാത്തൊരു മണ്ഡലമാണ് കോട്ടയം. കോട്ടയം അസംബ്ലി മണ്ഡലത്തിൽ, പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് ഈ കേരളത്തിൽ എണ്ണം കൊണ്ട്, ശതമാനം കൊണ്ട് പത്തനംതിട്ടയിലും. നമുക്ക് കോട്ടയം ജില്ലയിലെ ഒരു കണക്കെടുക്കാം. കഴിഞ്ഞ പുതുപ്പള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ 1,26,000 പേര് വോട്ട് ചെയ്തു, 28,000 പേര് വോട്ട് ചെയ്തു. ഇപ്പോൾ 1,16,000 പേര് വോട്ട് ചെയ്തിട്ടുള്ളൂ. പുതുപ്പള്ളി വോട്ട് ചെയ്യാതെ പോയ 12,000 പേര് തോമസ് ചാഴിക്കാടൻ വോട്ട് ചെയ്യാത്തതാണോ? ഈ കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ എണ്ണമാണ് ഞാൻ പറഞ്ഞത്. ഉപതെരഞ്ഞെടുപ്പിനേക്കാളും 12,000 വോട്ട് പോളിംഗ് കുറവാണ് പുതുപ്പള്ളി. മാത്രമല്ല, ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് വളരെ വ്യത്യസ്തമായി തോമസ് ചാഴിക്കാടന് പുതുപ്പള്ളിയിൽ കുറെ കൂടെ സ്വീകാര്യത കിട്ടി എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് UDFന് ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് അവർക്ക് അവരുടെ വോട്ടിംഗ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പുതുപ്പള്ളിയെ മുൻനിർത്തി ഒരു വസ്തുതാപരമായ കാര്യം ഞാൻ അവതരിപ്പിക്കുകയാണ്. എണ്ണം കൊണ്ടാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രതിഭാസം ഈ കേരളത്തിനകത്ത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ റാഞ്ചിക്കൊണ്ടുപോയി RSSൻ്റെ പിണിയാളുകളാക്കി ഒരു സമൂഹത്തെ മാറ്റാനുള്ള ഒരു മാരീച രാഷ്ട്രീയമാണ്. ഞങ്ങൾ അങ്ങനെ തന്നെ ഇവിടെ പറഞ്ഞു പോയി. CPIM അതിൻ്റെ ഭാഗമായി കൃത്യമായിട്ടും BDJSൻ്റെ മാരീച രാഷ്ട്രീയം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികത്തിൽ സാധ്യമാക്കുന്നത് എന്ത് എന്ന കാര്യം ഞങ്ങൾ വിശദീകരിച്ചു. വിശദീകരിച്ചതിൻ്റെ ഭാഗമായി ഞങ്ങൾ പ്രതിരോധിച്ചപ്പോൾ ഞങ്ങളുടെ വോട്ട് പോയിട്ടില്ല. എന്നാൽ വെട്ടിപ്പൊട്ടിച്ചാലല്ലേ ഉറപ്പ് പറയാൻ കഴിയൂ. ഇപ്പൊ കോട്ടയത്തൊക്കെ അന്വേഷിച്ചപ്പോ കേട്ട ഒരു കാര്യം, NDAയുടെ സ്ഥാനാർത്ഥി വോട്ട് തേടുന്നു എന്നുള്ളത് മാത്രമല്ല, SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റാണ് മത്സരിക്കുന്നത് എന്നൊരു ക്യാമ്പയിൻ, ഒരു ശാഖയ്ക്ക് ഇത്ര എന്ന് നമ്പർ കോട്ട നിശ്ചയിച്ചു കൊടുക്കുന്ന തരത്തിലൊക്കെ രാഷ്ട്രീയം മാറുമ്പോൾ അത് നമ്മൾ പരമ്പരാഗതമായ നിലയിൽ തന്നെ ആയിരിക്കുമോ അന്തിമ ഫലം വിശകലനം ചെയ്യേണ്ടി വരിക? അവിടെ എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ പരിശ്രമിച്ചിടത്ത് എതിർപ്പുണ്ടായി. എത്രയോ ശാഖകളിൽ അത്തരം പരിശ്രമങ്ങൾ നടത്തിയപ്പോൾ സാധ്യമല്ല എന്ന് പറഞ്ഞു. ഇവരുടെ എല്ലാവരും നേതാക്കന്മാർ പങ്കെടുത്ത സമ്മേളനത്തിൽ വെച്ച് എണീറ്റ് നിന്നുകൊണ്ട് ഇത് SNDP എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രസ്ഥാനമല്ല എന്ന നിലപാട് ഉറക്കെ സ്വീകരിച്ചപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെ തുടരാം എന്ന് പറയേണ്ടി വന്നല്ലോ. ഞങ്ങളിവിടെ നല്ല പ്രതിരോധം ഉയർത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് SNDPയോട് തർക്കമില്ല, ഞങ്ങൾക്ക് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളോട് തർക്കമില്ല. SNDPയോട് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുമില്ല, ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് സ്ഥാനാർത്ഥിയില്ല. ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയ ചോദ്യം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികത്തിൽ തീണ്ടൽപ്പലക സ്ഥാപിച്ചൊരു പ്രത്യയശാസ്ത്രവുമായി സന്ധി ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ എങ്ങനെ ചെലവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അതിൻ്റെ ഭാഗമായി ഞാനിപ്പോൾ പറയുന്ന കാര്യം, ഈ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ നിരവധി ബൂത്തുകളിൽ UDF 3ാം സ്ഥാനത്ത് പോകും. ഇതിനു മുമ്പ് ഒരു അനുഭവം ഞാൻ പറയാം. കോട്ടയത്തെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ തന്നെ ഇതേപോലെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ താലൂക്ക് യൂണിയൻ ഭാരവാഹിയും BDJSൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹിയുമായ AG തങ്കപ്പൻ 2014 സ്ഥാനാർത്ഥിയായി. ഞങ്ങൾക്കിത് പുതിയ അനുഭവമല്ല. അന്നേരം എന്താ ഉണ്ടായത്? SNDPക്ക് എത്ര വോട്ടുണ്ടെന്ന് അറിയണം. ഇതായിരുന്നു അന്നത്തെ അവിടുത്തെ പ്രചരണം. ഞങ്ങളങ്ങനെ പ്രതിരോധിച്ചു.
UDF തന്നെ ബോധ്യം വന്നത് UDF വോട്ടാണ് ചോർന്നു പോയത്. അതിൻ്റെ ഭാഗമായി നിരവധി ബൂത്തുകൾ UDF 3-ാം സ്ഥാനത്ത് പോയി. അതുകൊണ്ട് SNDP തെരഞ്ഞെടുപ്പിൽ കക്ഷി പിടിച്ചില്ല. SNDPയുടെ ഒരു ഭാരവാഹികളും തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടില്ല. എന്നാൽ BDJS ആയി നിൽക്കുന്ന ആളുകളും കോൺഗ്രസ്സായി നിന്നിരുന്ന ആളുകളും ഈ പ്രലോഭനങ്ങളിൽ പെട്ടുപോയപ്പോൾ അതിൻ്റെ ഭാഗമായി UDFനാണ് നഷ്ടം സംഭവിക്കാൻ പോകുന്നത് എന്ന് ഗ്രൗണ്ടിലുള്ള അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. ഞങ്ങളുടെ അനുഭവം പറയുക, ഞങ്ങൾ പ്രതിരോധിച്ചു, UDF പ്രതിരോധിച്ചില്ല. UDF ഒരു ചെറു വാക്കുകൊണ്ട് പോലും അതിനെ തള്ളിക്കളഞ്ഞില്ല. അപ്പോൾ ഫലത്തിൽ ആ സമൂഹത്തിനകത്തെ UDFന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ബദലായിട്ട് സംഭവിച്ച കാര്യം എന്താണ്? ബദലായിട്ട് സംഭവിച്ചത് മറ്റു ചില പ്രത്യാഘാതങ്ങളാണ്. അത് എങ്ങനെ പോകുന്നത് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട B. ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ 20% പോയിട്ട് പിന്നെ മുഞ്ഞുകുത്തുന്ന അവസ്ഥയിലേക്ക് ആ വോട്ട് പോവുള്ളൂ. നിങ്ങളാരും അക്കാര്യത്തിൽ കാണേണ്ട കാര്യമില്ല. BDJS മത്സരിക്കുന്ന ഏതെങ്കിലും മണ്ഡലം A ക്ലാസ് മണ്ഡലമായിരുന്നു. ഞാൻ ഇവിടെ A ക്ലാസ് മണ്ഡലം പറഞ്ഞല്ലോ. BJP A ക്ലാസ് മണ്ഡലമായിട്ട് കോട്ടയത്തെ ഉൾപ്പെടുത്തിയിരുന്നോ? BDJS മത്സരിക്കുന്ന ഒറ്റ സീറ്റ് A ക്ലാസ് മണ്ഡലമല്ല. BJPയുടെ A ക്ലാസ് മണ്ഡലം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എന്താ യാഥാർത്ഥ്യം? BDJSൻ്റെ ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്തു, ഒരു ചെറിയൊരു വിഭജനം ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വോട്ട് തരപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ കോട്ടയത്ത് പൊളിച്ചിട്ടുണ്ട്. ശരി, ഇവിടെ തന്നെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ബഹുമാനപ്പെട്ട B. ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ശബരിമല വെച്ചിട്ട് പിണറായി വിജയനെതിരായിട്ട് ആണ് ജനങ്ങൾ എന്നൊക്കെ പറയുകയുണ്ടായി. അങ്ങനെ വ്യാഖ്യാനിക്കരുത് കേട്ടോ. ഞങ്ങൾക്ക് 2019 തെരഞ്ഞെടുപ്പിൽ നന്നായിട്ട് എതിരായിട്ട് വോട്ട് ചെയ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് വോട്ട് ഏറ്റവും കുറഞ്ഞൊരു തെരഞ്ഞെടുപ്പാണ് 2019. ഞങ്ങളത് സമ്മതിച്ചല്ലോ, ജനങ്ങളെ ചെന്ന് കണ്ടല്ലോ, ജനങ്ങളോട് സംവദിച്ചല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുന്നതുകൊണ്ടല്ലേ വോട്ട് ചെയ്യാൻ പോയത്, നിങ്ങളോട് പിണക്കമില്ല. അതുകൊണ്ടല്ലേ പിന്നീട് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കേരള സർക്കാരിനെ ജനങ്ങൾ അംഗീകരിച്ചത്. നരേന്ദ്രമോദി ഉത്തരേന്ത്യയിൽ മുഞ്ഞുകുത്തി തീവ്രവർഗീയതയുടെ ഏറ്റവും തെറ്റായ വിഷലിപ്തമായ പ്രചരണങ്ങൾ നടത്തുകയും അതിൻ്റെ ഭാഗമായി പൂതനയുടെ രാക്ഷസീയ ഭാവത്തിലേക്ക് നരേന്ദ്രമോദി മാറുകയും ഒരു പ്രധാനമന്ത്രിയാണ് എന്നത് പോലും മറന്നിട്ട് ഒരിക്കലും പറയാനാവാത്ത പദപ്രയോഗങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. ആ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് ഇനിയും തരംഗമോ കേരളത്തിൽ? അത് അത്ഭുതകരമായ നിരീക്ഷണമാണ്. ഇനി കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യത്തോട് മറുപടി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്കെന്തോ ചിഹ്നം പോകുമെന്ന് മറ്റോ അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് ചിഹ്നം ഉണ്ടായിട്ടെന്താ സ്ഥാനാർത്ഥി ഇല്ലാതെ പോയത്? നിങ്ങൾക്ക് ചിഹ്നമുണ്ടായിട്ട് സ്ഥാനാർത്ഥി ഇല്ലാത്ത സൂറത്തിനെ കുറിച്ച് എന്ത് പറയുന്നു? ഇപ്പോൾ മധ്യപ്രദേശിലെ ഇൻദോറിൽ ചിഹ്നം ഉണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ കൈപ്പത്തി ഉണ്ടല്ലോ. ഞാൻ പറയുന്ന ലളിതമായ ചോദ്യത്തിന് ഈ കോൺഗ്രസിൻ്റെ നേതാവ് ഒരു ഉത്തരം പറയണം. ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട അഭിലാഷിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഉത്തരം പറയിക്കണം. നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥിക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ കൈപ്പത്തിയുടെ അടയാളത്തിൽ നോമിനേഷൻ കൊടുക്കണമെങ്കിൽ ഒരാൾ പിന്തുണച്ചാൽ മതി, 10 പേര് പിന്തുണയ്ക്കണ്ട. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ജില്ലാ അധ്യക്ഷൻ പിന്തുണച്ചാൽ ആ ജില്ലാ അധ്യക്ഷൻ പിന്തുണയ്ക്കുന്ന നോമിനേഷൻ സ്വീകരിക്കപ്പെടും. ഇതാണ് എൻ്റെ വാദം. അപ്പോൾ ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥി, രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് 10 പേരുടെ പിന്തുണ വേണ്ട, 10 പേരുടെ പിന്തുണ സ്വതന്ത്രന് മതി. അപ്പോൾ ഇൻദോറിലും അതുപോലെ തന്നെ അപ്പുറത്ത് സൂറത്തിലും 10 പേരുടെ പിന്തുണ കൊടുക്കേണ്ട ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി എന്തുകൊണ്ട് നോമിനേഷൻ കൊടുത്തു? നിങ്ങളുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി DCC പ്രസിഡന്റ് പോലും ഒപ്പിട്ടില്ലല്ലോ. ഞാൻ കൃത്യമായിട്ട് ചോദ്യം അതാണ്. കോട്ടയത്തൊക്കെ ഞങ്ങളെന്താ ചെയ്യുന്നത്? ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന നേതാക്കന്മാരാണ് ഒപ്പിട്ട് കൊടുക്കുന്നത് നോമിനേഷൻ. എല്ലായിടത്തും അങ്ങനെയുണ്ട് കേരളത്തിൽ. അപ്പോൾ എന്താ ഒപ്പിടാത്തത്? ഇവിടെയാണ് മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെ സംഘടനാ രൂപത്തിന് ചിഹ്നം നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാറ്റുനില ഇല്ലല്ലോ. നിങ്ങൾക്ക് ഞാറ്റുനില ഇല്ല. ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഞാറ്റുനിലയാണ്. കോഴിക്കോട് സാമൂതിരി പറഞ്ഞ പോലെ ഒരു വാക്കൂടെ പറയാം. കോഴിക്കോട് സാമൂതിരി പറഞ്ഞ പോലെ കുരുമുളകിൻ്റെ വള്ളിയിൽ തിരിയിട്ട് വളരണമെങ്കിൽ ഞാറ്റുനില എന്ന ആ കാലാവസ്ഥ വേണം. അതിന് പ്രത്യയശാസ്ത്രം വേണം. ആ പ്രത്യയശാസ്ത്രം ഇല്ലാത്തത് കൊണ്ടാണ് ചിഹ്നമുണ്ടായിട്ടും കോൺഗ്രസ്സുകാർക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റാത്ത BJP തട്ടിക്കൊണ്ടുപോവാണ്. ഗർഭഗ്രഹത്തിൽ വെച്ച് BJPയുടെ നേതാക്കന്മാർ നിങ്ങളുടെ ഈ ഭ്രൂണഹത്യ നടത്തുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വരുമ്പോൾ സ്ഥാനാർത്ഥികളെ റിസോർട്ടിൽ ഒളിപ്പിക്കേണ്ടി വിടുന്നു കോൺഗ്രസിന്. പ്രത്യയശാസ്ത്രം വേറെയാണ്. വലിയ സ്ഥാനമില്ല. നമുക്ക് കുറച്ചുകൂടി അനലിറ്റിക്കലായി പോകാനാണ് കുറച്ചുകൂടി നല്ലത്. കാരണം അല്ലല്ല, ഞങ്ങളുടെ പുറകെ അഭിലാഷ്, ഞങ്ങളുടെ പുറകെ നിന്ന് 8 സീറ്റിൽ ബംഗാൾ മത്സരിക്കുന്നവരാണ് ഈ വർത്താനം പറയണത് കേട്ടോ. അവിടെ ക്യാമ്പയിൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദ് സലീമും ആദിർ രഞ്ജൻ ചൗധരി ഒരുമിച്ചാണ് റാലി നടത്തുന്നത്, രണ്ടായിട്ടല്ല. അതുകൊണ്ട് ചിഹ്നത്തിന്റെ പുറകെയൊന്നുമല്ല, ഒരുമിച്ചാണ് നിങ്ങൾ രണ്ടുപേരും. മുർഷിദാബാദും മാൾഡയും കോൺഗ്രസിന്റെ പഴയ ശക്തി കേന്ദ്രങ്ങളാണ് ഗനികാൻ ചൗധരിയുടെ കാലം മുതലേ. അവിടെ ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുർഷിദാബാദ് മുഹമ്മദ് സലീമിനെ മത്സരിപ്പിക്കുന്നത് കോൺഗ്രസ് വലിയ മഹാമനസ്കത കാണിച്ചിട്ടല്ലേ?
ജയിക്കാൻ സാധ്യതയുള്ള ഇപ്പോഴത്തെ നിലയിൽ സാധ്യതയുള്ള ഒരു സീറ്റാണത്. ഒരുമിച്ചാണ് നിങ്ങൾ അവിടെ രണ്ടാം സ്ഥാനത്ത് തോന്നുന്നു. കഴിഞ്ഞ കോൺഗ്രസ് ആണ്. ഞങ്ങൾക്ക് ഇവിടെ രണ്ടാം സ്ഥാനമുണ്ട്. കോൺഗ്രസിനാണ് രണ്ടാം സ്ഥാനമുണ്ട് മുർഷിദാബാദിൽ കോൺഗ്രസ് ആണ്. കഴിഞ്ഞ തവണ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് പോരാട്ടമായിരുന്നു. ഇത്തവണ മുർഷിദാബാദ് നിങ്ങൾക്ക് തന്നില്ലേ? അപ്പോ അവിടെ പരമ്പരാഗതമായി തന്നെ മാൾഡയും മുർഷിദാബാദും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ നിങ്ങൾക്ക് സീറ്റുണ്ട്, കോൺഗ്രസിന് സീറ്റുണ്ട്, നിങ്ങൾ കോൺഗ്രസിന് വോട്ട് പിടിക്കുകയാണ്. അതിൽ വലിയ കഥയില്ല ശ്രീ അനിൽകുമാർ. അഭിലാഷേ, അല്ലല്ല, ഞങ്ങളുടെ സീറ്റ് അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്, അവരുടെ സീറ്റ് ഇങ്ങോട്ടും ഞങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയത്തിലുള്ള കാര്യമല്ലേ? ശരി, അല്ല അതിൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റിന്റെ പേര് ഞാൻ പറഞ്ഞതാണ്. സാധ്യത എന്ന് പറയുന്നത് കളിയാക്കുമ്പോ വിദൂരമായിട്ടാണെങ്കിലും സാധ്യത ആയിക്കോട്ടെ. അതൊക്കെ ബംഗാളിലെ രാഷ്ട്രീയം മാറി. ശരി, ഓക്കെ, നല്ല മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, ഓക്കെ. പക്ഷെ ജിൻഡോ ജോൺ, ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഈ രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് താങ്കൾക്ക് ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയാം, അതായിക്കോട്ടെ. അതിനു മുമ്പ് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ഒരു മണ്ഡലത്തിന്റെ സാധ്യതകളെയൊക്കെ പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിൽ മാറ്റിയിട്ടുണ്ടോ? ഇപ്പോൾ താങ്കൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ചാലക്കുടി UDF-ന്റെ മണ്ഡലമാണ് എന്ന് ആണ് പണ്ട് മുകുന്ദപുരമായിരിക്കുന്ന കാലം മുതലേ UDF-ന് ഒരു ഈസി വാക്ക് ഓവർ ഉണ്ടാകേണ്ട മണ്ഡലമായിരുന്നു. പക്ഷേ ഇത്തവണത്തെ പല സാധ്യതകളും LDF-നും പറയുന്നുണ്ട്. 2020 പിടിക്കുന്ന വോട്ട്, നമ്മൾ കുന്നത്ത് നാട്ടിലെ ഉയർന്ന വോട്ടിംഗ് ശതമാനം, ഏതാണ്ട് 80-നോട് അടുത്ത കുന്നത്ത് നാട്ടിലെ വോട്ടിംഗ് ശതമാനം നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെ 2020 ഘടകം അങ്കമാലി അടക്കമുള്ള മേഖലകളിൽ പിടിക്കുന്ന വോട്ട് എൻ രാധാകൃഷ്ണൻ മത്സരിച്ചതിനേക്കാൾ കുറയും ഇത്തവണത്തെ സ്ഥാനാർത്ഥിയുടെ വോട്ടെന്ന NDA-യുടെ കണക്കൂട്ടൽ. ഇതെല്ലാം കൂടി വരുമ്പോൾ വേണമെങ്കിൽ ചാലക്കുടി ആരും ജയിക്കാമെന്ന മട്ടിലേക്ക് പോലും കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ പ്രവചനങ്ങൾ അസാധ്യമാവുന്ന വിധത്തിൽ രാഷ്ട്രീയത്തിൽ അണ്ടർ കറണ്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ? താങ്കൾക്ക് ഇലക്ഷൻ കഴിയുമ്പോൾ എന്ത് തോന്നുന്നു? അഭിലാഷ്, ഞാൻ മറ്റു കാര്യങ്ങളുടെ അഭിപ്രായം പറയാനുണ്ട്. അതിനു മുമ്പ് അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് തന്നെ ആദ്യമേ തന്നെ ഉത്തരം പറയാം. ഇപ്പോൾ ചാലക്കുടിയാണല്ലോ ചോദിച്ചത്. ചാലക്കുടിയിൽ 2020 മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ്? ചാലക്കുടി, എറണാകുളം രണ്ട് കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലത്തിൽ 2020 മത്സരിക്കുന്നു. അതേസമയം 2020 CPM-നെതിരെ, പിണറായി വിജയനെതിരെ, അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ വലിയ പോരാട്ടം നടത്തുമെന്ന് പറയുന്ന 2020 ആലപ്പുഴയിലെ CPM-ന്റെ ഒരേ ഒരു കനൽത്തരിയുള്ള മണ്ഡലത്തിൽ മത്സരിക്കുന്നുമില്ല. അതിൽ നിന്ന് കൃത്യമായിട്ട് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കാം. LDF-നെതിരായിട്ടുള്ള കോൺഗ്രസിലേക്ക് ഒഴുകിയെത്തുന്ന LDF വിരുദ്ധ, സർക്കാർ വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിലേക്ക് മുഴുവനായിട്ട് വരാതെ അത് ഇടയ്ക്ക് ചിറകെട്ടി നിർത്താൻ വേണ്ടിയിട്ടാണ് 2020 മത്സരിച്ചത്. അതുകൊണ്ട് ചാലക്കുടി മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കുന്നത്നാട് മണ്ഡലത്തിൽ പ്രത്യേകിച്ച് വോട്ടിംഗ് ശതമാനം കൂടിയത് 2020-ക്ക് എതിരായിട്ട് അതിശക്തമായിട്ടുള്ള വികാരം ആ പ്രദേശങ്ങളിലുണ്ട്. 2020 പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സാനിറ്റൈസറും ഒരു കൊതുകുപാറ്റും കൊടുത്തുകൊണ്ട് ജയിച്ച പഞ്ചായത്തുകൾ വരെയുണ്ട്. നമ്മുടെ നാട്ടിലെ ഇലക്ഷൻസ് ഇപ്പോൾ ഒരു കിറ്റ് കൊടുത്ത് ജയിക്കുന്ന സാഹചര്യം സംസ്ഥാന സർക്കാരിന് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പഞ്ചായത്ത് ജയിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല, അത് തെറ്റാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അത്തരം രാഷ്ട്രീയത്തിന് അപ്പുറം ഇത് 543 സീറ്റിലേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ഈ രാജ്യത്തിന്റെ 5 വർഷത്തെ മാൻഡേറ്റ് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിൽ മാത്രം മത്സരിക്കുന്ന ആളുകൾക്കൊപ്പം നിന്നതുകൊണ്ട് ഈ രാജ്യത്ത് നയപരമായിട്ടുള്ള ഒരു മാറ്റവും സംഭവിക്കില്ല എന്ന് തിരിച്ചറിവുള്ള ആളുകളാണ് ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരെന്നാണ് എൻ്റെ ബോധ്യം. നമ്മൾ കേരളത്തെ പ്രബുദ്ധ സമൂഹം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യണമല്ലോ. അതിനപ്പുറത്ത് ചാലക്കുടി മണ്ഡലത്തിൽ NDA-ക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതുപോലെ 2020 എത്ര വോട്ട് പിടിച്ചാലും ഏതൊക്കെ ഭാഗത്ത് നിന്ന് പിടിക്കുമെന്നൊക്കെ ഞങ്ങൾക്ക് ഏകദേശം രാഷ്ട്രീയമായിട്ട് ഞങ്ങളുടെ കണക്കൂട്ടലുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് പരസ്യമായിട്ട് സംഘടനാപരമായ ചില മര്യാദകളുടെ ഭാഗമായിട്ട് ചാനലിൽ പറയാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഉറച്ചു പറയുന്നു, ചാലക്കുടി മണ്ഡലത്തിൽ ജൂൺ 4-ന് ശേഷം വോട്ട് എണ്ണുമ്പോൾ ജൂൺ 4-ന് ശേഷം ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകാൻ പോകുന്നത് കോൺഗ്രസിന്റെ UDF-ന്റെ MP ആയിട്ട് ബെന്നി ബെഹനാൻ തന്നെയായിരിക്കും. അതിലൊരു തർക്കവും വേണ്ട. നമ്മൾ അനിൽകുമാർ അല്പം മുമ്പ് പറഞ്ഞില്ലേ, കോട്ടയം മണ്ഡലത്തിൽ പല ബൂത്തിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോകുമെന്ന്. പുതുപ്പള്ളി ബൈ ഇലക്ഷന്റെ സമയത്തും ഇദ്ദേഹം ഇതുപോലെ നിരവധി നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും നടത്തിയിട്ടുണ്ട്. ബൈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ചാണ്ടി ഉമ്മൻ ജയിച്ച സീറ്റ് എങ്ങനെയാണ് ജയിച്ചതെന്നും എത്ര വോട്ടിനാണ് ജയിച്ചതെന്നും എത്ര ബൂത്തിൽ ലീഡ് ചെയ്തതെന്നും നമുക്കറിയാലോ. ഒരു ബൂത്തിൽ ഒഴിച്ച് മുഴുവൻ ബൂത്തിലും UDF-ന്റെ സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇവരുടെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഞങ്ങളുടെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഒക്കെ ജനങ്ങളുടെ വിധിയെഴുത്തുമായിട്ട് നമ്മൾ മാച്ച് ചെയ്തുകൊണ്ട് അറിയാൻ പോകുന്നത് ജൂൺ 4-നാണ്. അതുവരെ നമുക്ക് കാത്തിരിക്കാമെന്നാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. അതിനപ്പുറത്ത് നമ്മൾ ഊഹാപോഹങ്ങളിൽ അഭിരമിച്ചുകൊണ്ടുള്ള ഒരു വാഗ്വാദം നടത്തുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് വിചാരിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തത്, ഇവിടെ BJP-യുടെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്, വേറെ ആർക്ക് LDF-നും UDF-നും വോട്ട് ചെയ്തതുകൊണ്ട് കാര്യമില്ലെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് BJP-ക്ക് വോട്ട് ചെയ്യുമെന്ന്. BJP-ക്ക് എന്തിന്റെ പേരിലാണ് മാഷെ വോട്ട് ചെയ്യേണ്ടത്? വിലക്കയറ്റം നിയന്ത്രിച്ചതിന്റെ പേരിലോ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ കൊടുത്തതിന്റെ പേരിലോ? ഏത് വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയണം? ജനങ്ങളുടെ മുമ്പിൽ 2014-ലും 2019-ലും നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഗ്യാരണ്ടികൾ എത്ര പൂർത്തീകരിച്ചു എന്നതിന്റെ പേരിൽ നിങ്ങൾ വോട്ട് ചെയ്യിച്ചു എന്ന് പറയണ്ടേ? നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധി മട്ടൻ കറി ഉണ്ടാക്കിയതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഹനുമാൻ ചാലീസ ചൊല്ലുന്നതിനെ കുറിച്ചിട്ടുള്ള വിഷയങ്ങൾ
അല്ലാതെ നിങ്ങൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് കാലത്തും ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പുകൾ പാലിച്ചതിന്റെ പേരിൽ നിങ്ങൾ വോട്ട് ചോദിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ബോധ്യം. അതുകൊണ്ട് നിങ്ങൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ള ധാരണ നിങ്ങൾക്ക് തെറ്റാണ്. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പോകുന്നു. രണ്ടാമത്തെ, നിങ്ങൾ പറഞ്ഞ പാരഡൈം ഷിഫ്റ്റ് ഉണ്ടെന്ന. എന്താണ് പാരഡൈം ഷിഫ്റ്റ്? ഏതെങ്കിലും സ്ഥാനാർത്ഥി പോയിട്ട് തരിക്കഞ്ഞി വടിച്ചു കുടിക്കുന്നതാണോ പാരഡൈം ഷിഫ്റ്റ്? അല്ലെങ്കിൽ പെസഹായിക്ക് പോയി കുരുത്തോല കെട്ടാൻ നോക്കി പരാജയപ്പെടുന്നതാണോ പാരഡൈം ഷിഫ്റ്റ്? മണിപ്പൂർ പോലുള്ള സംസ്ഥാനത്ത് ആയിരക്കണക്കിന് മനുഷ്യർ പലായനം ചെയ്യപ്പെടുകയും വേട്ടയാടപ്പെടുകയും ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് മിണ്ടാതെ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി പെസഹായിക്ക് കുരുത്തോല കെട്ടി അച്ഛന്മാർ ചോദിക്കുന്നതിന് മറുപടി പറയാൻ പറ്റാതെ ഇളിബരായിട്ട് തിരിച്ചിറങ്ങിപ്പോരുന്ന സ്ഥാനാർത്ഥികളുടെ ആ ഗതികേടിനെയാണോ നിങ്ങൾ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്ന? കേരളം എല്ലാ കാലത്തും കോൺഗ്രസ് തോറ്റപ്പോഴും ജയിച്ചപ്പോഴും ഒക്കെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ജനങ്ങൾ തീരുമാനിക്കട്ടെ കാര്യങ്ങൾ. ജനങ്ങളെ ഈ നമ്മൾ പരാജയപ്പെടുകയോ ജയിക്കുകയോ ഇത് ഇലക്ഷൻ ഫ്രണ്ടിൽ അങ്ങനെ പലതും നടക്കും. പക്ഷെ അതിനപ്പുറത്ത് നമ്മൾ പറയുന്ന അവകാശവാദങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ജനങ്ങളെ മുഴുവൻ നമ്മൾ കൂട്ടിപ്പിടിക്കുമ്പോൾ ഈ ജനങ്ങളുടെ ബോധ്യത്തെ കൂടി നിങ്ങൾ വെല്ലുവിളിക്കുകയല്ലേ? ജനങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ചറിവുണ്ടെന്നേ 2 സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെയുള്ള കാര്യത്തിൽ തിരിച്ചറിവുണ്ട്. ഒരൊറ്റ കാര്യം കൂടി പൂർത്തിയാക്കട്ടെ അഭിലാഷേ. ഇവിടെ LDFന്റെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യമുണ്ട്. LDF വലിയ രീതിയിലുള്ള പ്രതിരോധം തീർത്തു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്കെതിരെ എന്ന്. ഇവരുടെ നിഷ്കളങ്കരായിട്ടുള്ള കുറെ നേതാക്കന്മാരുടെ പ്രതിരോധത്തെ കുറിച്ച് പറയുന്നത്. ഏതാ നിഷ്കളങ്കൻ? EP ജയരാജൻ എന്ന് പറഞ്ഞ LDFന്റെയും NDAയുടെയും കൺവീനറുടെ പ്രതിരോധം. എന്താ? BJPക്ക് കൊള്ളാവുന്ന NDAക്ക് 6ഓളം കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളുണ്ട്, മിടുക്കന്മാരാണെന്ന് പറഞ്ഞാണ് പ്രതിരോധം. LDFും BJPയും തമ്മിൽ പോരാട്ടമുണ്ടെന്ന് പറയുന്നതാണോ പ്രതിരോധം? അല്ലെങ്കിൽ ജാവദേക്കറെ ഞാൻ കണ്ടു എന്ന് തെരഞ്ഞെടുപ്പ് ദിവസം സ്വയം പ്രഖ്യാപിക്കുന്നതാണോ നിങ്ങൾ നടത്തിയ പ്രതിരോധം? ഏതാ നിങ്ങളുടെ പ്രതിരോധം? അതിനെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ യുവജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നത് പൈങ്കിളി ശാസ്ത്രം എന്ന. നിങ്ങൾ എന്ത് പ്രത്യയശാസ്ത്രം പറഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് അഭ്യർത്ഥിച്ചത്? നിങ്ങൾ പറഞ്ഞ പ്രത്യയശാസ്ത്രം മുഴുവൻ തെറ്റായിരുന്നു, കള്ളമായിരുന്നു. നിങ്ങൾ BJPക്ക് അനുകൂലമായിട്ട് സംഘവൽകൃത നയമാണ് ഈ കേരളത്തിൽ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, നിങ്ങൾ ഈ ഗർഭചിത്രത്തെ കുറിച്ചിട്ടൊക്കെ വലിയ ക്ലാസ് എടുക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. EP ജയരാജൻ പോകാൻ പോയിട്ട് പോകാതിരുന്നതും രാജേന്ദ്രൻ പോയോ പോയില്ലേ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തതൊക്കെ നിങ്ങൾ പറഞ്ഞ ഗർഭചിത്ര ശാസ്ത്രത്തിൽ വരുന്നതായിരിക്കും. നിങ്ങളുടെ പുറകിലല്ല ബംഗാളിൽ കോൺഗ്രസ് നിൽക്കുന്നത്. കോൺഗ്രസിനോടൊപ്പം നിങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പോളിംഗ് ബൂത്തിൽ കയറാനുള്ള സ്വാതന്ത്ര്യം അവിടെ കിട്ടുന്നത്. അതിനുള്ള ധൈര്യം കിട്ടുന്നത് കോൺഗ്രസിന്റെ മൂവർണ്ണ കൊടിയുമായിട്ട് നിങ്ങളുടെ സഖാക്കന്മാർ നടക്കുന്നതുകൊണ്ടാണ്. ബംഗാളിൽ നിങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ പരസ്യം കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ പരസ്യം കൊടുത്ത് ആളെ ക്ഷണിക്കേണ്ട ഗതികേടില്ല. നിങ്ങൾ കോൺഗ്രസിനെ ആക്ഷേപിച്ചോ, പക്ഷെ യാഥാർത്ഥ്യം കൂടി പറയണം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ സീറ്റിൽ മത്സരിക്കാൻ കോൺഗ്രസ് അവസരം തന്നതെന്ന് കൂടി നിങ്ങൾ പറയണം. നിങ്ങൾ ജയിച്ചു വരേണ്ടത്, ഇടതുപക്ഷം ഈ രാജ്യത്ത് ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. BJPക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുഴുവൻ ഞങ്ങളുമായിട്ട് എതിർക്കുന്ന ആളുകൾ കൂടി ഈ രാജ്യത്ത് ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഉന്നതമായിട്ടുള്ള ജനാധിപത്യ ബോധത്തെ നിങ്ങൾ സംശയിക്കരുത്. നിങ്ങളുടെ പുറകിലല്ല ഞങ്ങൾ വരുന്നത്, ഞങ്ങളുടെ കൂടെയാണ് നിങ്ങൾ വരുന്നത്. ആ രാഷ്ട്രീയ മര്യാദയെങ്കിലും പറയുമ്പോൾ പാലിക്കാൻ അനിൽകുമാർ തയ്യാറാകണം. ശരി, ശ്രീ B ഗോപാലകൃഷ്ണൻ, ഇവിടെ നേരത്തെ താങ്കൾ 20% വോട്ട് ഇത്തവണ BJP ക്രോസ് ചെയ്യും, അതൊരു പ്രധാനപ്പെട്ട ഘട്ടമാകുമെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കില്ല? നേരത്തെ ശ്രീ റാഷിദ് ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പാലക്കാടിന് വടക്കോട്ട് നോക്കിയാൽ കാസർഗോഡ് ഒഴികെ എവിടെയും BJPക്ക് 10% മുകളിൽ പ്രസൻസ് ഉള്ള വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാറില്ല സാധാരണ നിലയിൽ. അതിൽ തന്നെ വടകര, കണ്ണൂർ മണ്ഡലങ്ങളിലൊക്കെ 8% BJPയുടെ കഴിഞ്ഞകാല പെർഫോമൻസ്. അത് ഉയരും, വലിയ തോതിൽ ഉയരും എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാമാന്യമായി കാരണങ്ങളില്ല. എന്ന് മാത്രമല്ല, BJP കേരളത്തിലൊരു ഡിക്ലൈനിങ് ട്രെൻഡിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പും താരതമ്യം ചെയ്താൽ LDFന് 7 ലക്ഷം വോട്ടും UDFന് 3,86,000 വോട്ടും കൂടിയപ്പോൾ 4,29,000 വോട്ട് കുറഞ്ഞ പാർട്ടിയാണ് BJP. 14.93 നിങ്ങൾക്ക് 2016 ഉണ്ടാവുന്നു. അത് 2019 ആകുമ്പോൾ 15.53 ആവുന്നു. 2021 ആകുമ്പോൾ 12.23 കുറയാണ് ചെയ്തത്. അപ്പോൾ ഒരു ഡിക്ലൈനിങ് ട്രെൻഡിനെ നേരിടുന്ന പാർട്ടി, എല്ലാ മണ്ഡലങ്ങളിലും തുല്യ പ്രാതിനിധ്യം ഇല്ലാത്ത പാർട്ടി എങ്ങനെയാണ് 20% എന്ന ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തെ മറികടക്കുക? അല്ല, അത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോഴേ അഭിലാഷന് മനസ്സിലാവും. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ അഭിലാഷന് അത് മനസ്സിലാവും. അതുവരെ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. പക്ഷേ ഈ ചർച്ചയിൽ ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു വിശകലനമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അല്ലാതെ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ പരസ്പര ആരോപണങ്ങളും പരസ്പരം കേമന്മാരാവാൻ നടത്തുന്ന പരസ്പര വിദ്വേഷം പ്രസംഗിക്കുന്നു എന്ന് പരസ്പരം ആക്ഷേപിക്കുന്നവർ നടത്തുന്ന ആക്ഷേപങ്ങളൊന്നും അല്ല ഞാൻ ഈ ചർച്ചയിൽ പ്രതീക്ഷിച്ചത്. ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിൽ നമ്മുടെ എല്ലാവരുടെയും ആ ഒരു നിലവാരത്തിനൊത്ത് ഒരു ചർച്ചയാണ്. പക്ഷേ ആ ചർച്ചയിലും അനിൽകുമാറും അതുപോലെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും സാധാരണ നിലയിലുള്ള ഒരു രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് എനിക്കതിനൊന്നും മറുപടി പറയാനുള്ള സമയം ഇതിനകത്തുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം അനിൽകുമാർ. ഞാൻ ആദ്യം അനിൽകുമാറിനോടാണ് പറയണത്.
അനിൽകുമാർ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രധാനമന്ത്രിയെക്കുറിച്ചൊക്കെയാണ് അനിൽകുമാർ സംസാരിച്ചത്. എൻ്റെ അനിൽകുമാറെ, ആദ്യം നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരോട് സ്വന്തമായിട്ടൊരു പ്രധാനമന്ത്രി ഏതാണെന്ന് പറയാൻ പറ. നിങ്ങൾക്കൊരു പ്രധാനമന്ത്രി വേണ്ടേ? ആനി രാജയുടെ പ്രസംഗം എന്നെ ജയിപ്പിക്കൂ, ഞാൻ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാം. നിങ്ങൾക്കൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടോ? 543 അംഗങ്ങളുള്ള പാർലമെൻറ്റിൽ നിങ്ങൾ 2 ഡസൻ തികച്ച് നിങ്ങൾ മത്സരിക്കുന്നില്ല. പിന്നെ നിങ്ങൾ എന്ത് മണ്ണാങ്കട്ട രാഷ്ട്രീയമാണ് നിങ്ങൾ പറയുന്നത്? നരേന്ദ്രമോദി ഇപ്പം താഴെ ഇറക്കും. ആര്? നിങ്ങളോ? വാസ്തവത്തിൽ പുച്ഛം തോന്നുക. നിങ്ങൾക്ക് 2014 എത്ര സീറ്റ് ഉണ്ടായിരുന്നു? 43 സീറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് 2009 എത്ര സീറ്റ് ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് 15 സീറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് 2004 എത്ര സീറ്റ് ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് 9 സീറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ 2019 എത്ര സീറ്റ് ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് 2 സീറ്റ് ഉണ്ടായിരുന്നു. ഇതാണ് CPM. മനസ്സിലായല്ലോ? ഇപ്പം നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ പോലെ ഞാൻ ചിഹ്നത്തിൻ്റെ കാര്യമൊന്നും പറയാൻ പോകുന്നില്ല, അതിലെനിക്ക് താല്പര്യമില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാദേശിക പാർട്ടിയായി നിങ്ങൾ അധപ്പതിച്ച് കഴിഞ്ഞു കേരളത്തിൽ. ഇനി അതിൻ്റെ അധപ്പതനം ആരംഭിച്ചു കഴിഞ്ഞു. ഈ പാരഡൈം ഷിഫ്റ്റ് എന്ന് ഞാൻ പറഞ്ഞത് CPMൻ്റെ അധപ്പതനത്തിൻ്റെ ആരംഭം അത് കുറിച്ച് കഴിഞ്ഞു. CPMൻ്റെ മാത്രമല്ല, കോൺഗ്രസിൻ്റെയും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ 20% സീറ്റ് കിട്ടും? നിങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞത് ചെയ്തിട്ടുണ്ട് മിസ്റ്റർ. അഴിമതിയില്ലാതെ 10 വർഷം ഭരിച്ചു, അതാണ് ഞങ്ങൾ ചെയ്തത്. നിങ്ങളുടെ നേതാക്കന്മാർ പാർലമെൻറ്റിൽ അഴിമതിയുടെ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊന്നുമില്ല പറയാൻ. അതേസമയത്ത് കേരളത്തിൻ്റെ വികസനത്തിൽ ഈ അനിൽകുമാറിൻ്റെ നേതാവ് ബജറ്റിൽ പോലും എഴുതി കേരളത്തിൻ്റെ വികസനത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഇവിടുത്തെ ഒരു നല്ല മന്ത്രി ഉണ്ടായിരുന്നു, ഒരു സത്യസന്ധനായ CPMലെ മന്ത്രി. അങ്ങനെ സത്യസന്ധരായിട്ടുള്ള ആളുകൾക്ക് CPMൽ സ്കോപ്പില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി. നമ്മുടെ ആലപ്പുഴയിലെ സുധാകരൻ, അദ്ദേഹം പരസ്യമായി പറഞ്ഞില്ലേ, എന്തെങ്കിലും ഈ നാട്ടിൽ വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ കാലത്താണ്. പരസ്യമായി അദ്ദേഹം പറഞ്ഞു റോഡിൻ്റെ കാര്യത്തിൽ. ഇനി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മാത്രമല്ല, ഈ കേരളത്തിൽ എത്ര കോടി ജനങ്ങൾക്കാണ്, എത്ര ലക്ഷം ജനങ്ങൾക്കാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാന നിധി കൊടുത്തത്, മുദ്രാ ലോൺ കൊടുത്തത്, ആവാസ് യോജന പ്രകാരം വീട് കൊടുത്തത്? ഞാൻ ഓരോന്നും എന്നെയൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം ഇത് അനാലിസിസാണ്. അപ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് കേരളത്തിൽ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. അദ്ദേഹം വന്നാൽ ഇന്ത്യ നന്നാവും എന്ന ഒരു ഉത്തമ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. നരേന്ദ്രമോദിയുടെ പെർസെൻറ്റേജ് പ്രധാനമന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വളരെ വലുതാണ്. അത് ലോകം മുഴുവനും വലുതാണ്. കേരളത്തിലും വളരെ കൂടുതൽ മുന്നിലാണ്. ഞാൻ ആ നരേന്ദ്രമോദിയെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ആ രാഷ്ട്രീയ പ്രവർത്തനം, നരേന്ദ്രമോദിയാണ് ഞങ്ങളുടെ ബിംബം, നരേന്ദ്രമോദിയാണ് ഞങ്ങളുടെ നായകൻ, നരേന്ദ്രമോദിയാണ് ഞങ്ങളുടെ നേതാവ്, നരേന്ദ്രമോദിയാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി. ഇതൊന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ആൾക്കാരാണ് കോൺഗ്രസ്. വെങ്കായം, ഉപ്പ്, പരിപ്പ് എന്ന് പറഞ്ഞ് പൊറോട്ട അടിക്കുന്ന പരിപാടിയല്ല നരേന്ദ്രമോദി ചെയ്യുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ട് വെങ്കായം, മൈദ, തക്കാളി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൂട്ടുകറി ഉണ്ടാക്കുന്ന പരിപാടിയും കൊണ്ട് രാഹുൽ ഗാന്ധി നടക്കുമ്പോൾ ജനങ്ങൾക്കൊന്നും രാഹുൽ ഗാന്ധി നുഴഞ്ഞു കയറ്റക്കാർ, കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർ എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് എന്നുള്ളതാണ് നമ്മുടെ വിഷമം. ഒരു കുഴപ്പമില്ല, താങ്കൾക്ക് കുഴപ്പമില്ലായിരിക്കും, നിങ്ങൾക്ക് വിഷമമുണ്ടാവും. അല്ല ഒരു മിനിറ്റ്, അല്ല നിങ്ങൾക്ക് വിഷമമുണ്ടാവും. അല്ല ഞാനൊന്ന് തീർത്തോട്ടെ, നിങ്ങൾക്ക് വിഷമമുണ്ടാവും. പക്ഷേ ഇന്നത്തെ പത്രത്തിലൊരു വാർത്തയുണ്ട്, ഞാൻ അതും കൂടി ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. ഇന്നത്തെ പത്രത്തിൽ LDFൻ്റെ ഭാഗത്തു നിന്ന് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നേട്ടം ഉണ്ടാവും. എന്താ നേട്ടം ഉണ്ടാവുക? നേട്ടമുണ്ടാവാനുള്ള കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നേട്ടം ഉണ്ടാക്കും. നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്, ഞങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാം, കാരണം മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും. എന്താണ് ഇവർ ഈ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് അവർക്ക് കിട്ടുമെന്ന് പറയാൻ കാരണം എന്താ? മുസ്ലിം രണ്ടാംകിട പൗരന്മാരാണ് ഇന്ത്യയിൽ. പറഞ്ഞതാരാ? മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതൊരു വിദ്വേഷ പ്രസംഗമല്ലേ? അതൊരു നെറുകെട്ട ഭാഷയല്ലേ? അത് ഇല്ലാത്ത കാര്യം പറയാനല്ലേ? എനിക്ക് തോന്നുന്നു മിസ്റ്റർ അഭിലാഷ് മോഹന് അത് കാണാൻ കഴിഞ്ഞിട്ടില്ല, അത് കേൾക്കാനും കഴിഞ്ഞിട്ടില്ല. അഭിലാഷ് മോഹന്റെ ബധിരനും
രണ്ടാം തരം കാണില്ല. പൗരന്മാരാക്കുന്നതിനെതിരെ ഒരു മിനിറ്റ് അവരുടെ ഇലക്ഷൻ ഒരു മിനിറ്റ് മുദ്രാവാക്യല്ലേ അങ്ങനെ ആക്കാൻ പാടില്ല എന്ന് പറയുന്നതും ഒരു മിനിറ്റ് എന്ന് പറയുന്നത് രണ്ടും ഞാനൊന്ന് രണ്ടല്ലേ? പറഞ്ഞോട്ടെ ഞാൻ ഒരു മിനിറ്റ് എനിക്ക് ഒരു ഇടവേള എടുക്കാനുള്ള സമയം പറയാൻ അനുവദിക്കട്ടോ പ്ലീസ്. ആ. അതെ എന്റെ കാര്യം വരുമ്പോ ഇടവേളയിലേക്ക് ഓടി ഇല്ല, പോകല്ലേ? താങ്കൾ 5 ഞാനൊന്ന് മിനിറ്റ് കൂടുതലായി തീർത്തോട്ടെ. സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നെന്താ, ഞാനിതൊന്നും പറയാൻ ഓക്കേ, ഞാനിതൊന്നും പറയാൻ കണ്ടു. ആഗ്രഹിച്ചാൽ ഇവർ പറഞ്ഞതുകൊണ്ട് പറയാണ്. ശരി. അപ്പോ രണ്ടാംകട പൗരന്മാരാന്ന് പറയാ. എന്നിട്ട് വേറൊരു കാര്യം പറയാ, ഇല്ലാത്ത കാര്യം പറയാ, CAA നടപ്പാക്കില്ല. CAAയും ഈ മുഖ്യമന്ത്രി തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അഭിലാഷേ? CAA മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കാനും അവരുടെ വോട്ട് നേടാനും അവരെ പ്രീണിപ്പിക്കാനും അവരെ ഹിന്ദു വിഭാഗങ്ങൾക്കെതിരെ കൊണ്ടുവരാനുമുള്ള ബോധപൂർവമായ ശ്രമം നടന്നു എന്നുള്ളതാണ് ബിജെപിയുടെ ആക്ഷേപം. ഒരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ റാഷിദ്, ഇവിടെ സൂചിപ്പിച്ച ഇപ്പോഴത്തെ കാര്യത്തിൽ താങ്കളുടെ ഒരു ഹ്രസ്വമായ പ്രതികരണം, അതായത് ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്കൊപ്പമാക്കാൻ ഇത്തവണ രണ്ട് മുന്നണികളും ശ്രമിച്ചിരുന്നു. അതിൽ CAA മുഖ്യ വിഷയമാക്കി ഉന്നയിച്ചത് ഇടതു മുന്നണിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായ ന്യൂനപക്ഷ ഏകീകരണം ഇത്തവണ ഉണ്ടാവാതെ അതിന് നേരെ തിരിച്ചുള്ള പ്രതികരണം, അതായത് LDFിലേക്കുള്ള ഒരു ന്യൂനപക്ഷ ഏകീകരണമാണ് അവർ ലക്ഷ്യം വെച്ചത്. അത് നടന്നിട്ടുണ്ടോ താങ്കളുടെ നിരീക്ഷണത്തിൽ? അത് പൊതുവെ ശ്രീ അഭിലാഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ന്യൂനപക്ഷ വോട്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും അത് BJP വിരുദ്ധ വോട്ടാണ്. അത് അത്ര എളുപ്പത്തിൽ ഇടതുപക്ഷത്തേക്ക് പോകുന്നത് നമ്മൾ സമീപകാലത്ത് കണ്ടിട്ടില്ല. പിന്നെ അതിന് ഒരു കാരണമായി ഇപ്പോൾ ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നത് CAA പോലുള്ള വിഷയമാണ്. CAA എന്നുള്ളൊരു വിഷയത്തിൻ്റെ ഗ്രാവിറ്റി ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ഒരു മുൻകാലങ്ങളിലൊക്കെ ചർച്ച ചെയ്ത് ഒരു തെരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പ് 2021 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അതിൻ്റെ ബെനിഫിറ്റൊക്കെ ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഈ ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്ത് പ്രചാരണം നടത്തിയത് കൊണ്ട് മാത്രം ഇടതുപക്ഷത്തിന് ഈ ന്യൂനപക്ഷ വോട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല. ശരി, അതാണ്. ശ്രീ അനിൽകുമാർ, ശ്രീ ജിൻഡോ, വളരെ പെട്ടെന്ന് നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ചെറിയ ഹ്രസ്വമായ മറുപടി. നമുക്കിനി 2 മിനിറ്റ് സമയമേ ബാക്കിയുള്ളൂ. എനിക്കൊരു വരി തരാൻ ഒരു നരേന്ദ്രമോദി അഴിമതി വിരുദ്ധനാ. പറഞ്ഞോ. അല്ല, ആരോടാണ്? താങ്കളോട്. ആരോടാണ്? പറഞ്ഞോളൂ. ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടത്തിയ തട്ടിപ്പുകാരനായ നരേന്ദ്രമോദി അഴിമതി വിരുദ്ധനാണോ? ഇലക്ട്രൽ ബോണ്ട് അഴിമതിയല്ല. ഏറ്റവും അവസാനമായിട്ട് ഞാൻ പറയട്ടെ സാറേ, നിങ്ങൾ എന്തെല്ലാം കള്ളത്തര കാണിക്കുന്നത്, വിദേശ കമ്പനികളിൽ എന്റെ സമയത്തല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ കള്ളത്തരം പറയുമ്പോൾ ഞാനത് പറയട്ടെ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്തിനാണ് നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ച് പറയുന്നത്? നരേന്ദ്രമോദി ഇങ്ങനെ വലിയ വികസനമൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്തിനാണ് നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ച് പറയുന്നത്? എന്തിനാണ് ഈ സന്താന ഉൽപാദന ഫാക്ടറികളെ കുറിച്ച് പറയുന്നത്? പിന്നെ കോൺഗ്രസിൻ്റെ പ്രകൃതിയോട് പറയാൻ ഞാൻ പറയുന്നത്, ഈ കേരളത്തിൽ LDFും UDFും മാത്രമല്ല, ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ആ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട B. ഗോപാലകൃഷ്ണൻ്റെ പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞ പാർട്ടിയുടെ പേരാണ് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് സുധാകരൻ. ആ സുധാകരൻ ബഹുമാനപ്പെട്ട അഭിലാഷിനോടാണ്. ആ അഭിലാഷിനോട് പ്രസ്താവന നടത്തിയ ശേഷം അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് ആക്കിയിരുന്നെങ്കിൽ കെ സുരേന്ദ്ര സാറിന് കെ സുധാകരനാകുമായിരുന്നു. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. താങ്കൾ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞ കാര്യം നമുക്ക് നാട്ടുകാർക്കില്ലല്ലോ. ഇപ്പൊ മുർഷിദാബാദ് സീറ്റിൽ 2ാം സ്ഥാനത്തെത്തിയത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് അവിടെ 26% വോട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇവർക്ക് 12% ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല, ഇവരുടെ ഉണ്ടായിരുന്ന 2 സീറ്റ് കൂടി തോറ്റിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇവരുടെ പുറകിൽ നിൽക്കുന്നു പറഞ്ഞത്. ഇനി BJPയുടെ 16% വോട്ടാണ് ലെഫ്റ്റ് ഫ്രണ്ടിൽ നിന്ന് മൊത്തത്തിൽ പരിശോധിക്കാൻ. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.